Waking up to dreams I chase. Books and coffee, steady pace. One girl, one goal, one dream so wide. From study nights to city rides. Med life solo and free. In scrubs or in sweats, she's not done dreaming yet. Mari's got the med school key. Come along, you're watching Med with Mary. Hello guys, welcome back to another video. So today's video is about moving into a new apartment. ജോർജിയയിലെ ഏറെക്കുറെ സ്റ്റുഡൻസൊക്കെയും സഫർ ചെയ്തൊരു പ്രോബ്ലമാണ് ഈ അപ്പാർട്ട്മെൻറ്റ് ഷിഫ്റ്റിംഗ്, അപ്പാർട്ട്മെൻറ്റ് ഫൈൻഡിങ് ഒക്കെ. നമ്മുടെ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്നതും എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ടഫാണ്. അതുപോലെ ഓണേഴ്സ് ആണെങ്കിലും ചില ഓണേഴ്സൊന്നും ഇന്ത്യൻസിന് വീട് കൊടുക്കില്ല. അങ്ങനെ കുറേയൊന്നും തപ്പാതെ അറ്റ് ലാസ്റ്റ് എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടി. ഒരു ഹോട്ടൽ സ്റ്റൈൽ അപ്പാർട്ട്മെൻറ്റാണ്. സോ ടുഡേയ്സ് വീഡിയോ ഈസ് അബൌട്ട് ഷിഫ്റ്റിംഗ് ടു എ ന്യൂ അപ്പാർട്ട്മെൻറ്റ്. വേറൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റൂംമേറ്റ് ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്കാണ്, ഒരു പീസ്ഫുൾ ലൈഫാണ്. ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്സും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞുള്ള നമ്മുടെ റൂം. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഡെക്കോർ ചെയ്യാനുള്ള ഐറ്റംസൊക്കെ വാങ്ങണം. ഞാൻ ജോർജിയയിൽ വന്നിട്ട് ഇപ്പോൾ 7 months ആയി. അപ്പോൾ ഈ 7 monthsൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേയൊക്കെയും സ്ഥലങ്ങളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് സാധനങ്ങളിങ്ങനെ തപ്പി പോയി അങ്ങനെ കണ്ടുപിടിച്ച സ്റ്റേഷൻ സ്ക്വയറിലൊരു ഷോപ്പാണ്. മേ ബി ഇതിലും ചീപ്പായിട്ട് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്ന വേറെ ഷോപ്സ് ഉണ്ടാവും. സമയമുണ്ടല്ലോ, നമുക്കിനി എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോപ്പ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയതും അതിൻ്റെ റേറ്റും കാണിക്കാം. നിങ്ങൾക്ക് ഈ സാധനമൊക്കെ വേണമെങ്കിൽ ഈ ഷോപ്പിൽ വരിക, വാങ്ങുക. ഇതിലും നല്ല ചീപ്പായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഈ മാറ്റ് ഞാൻ നമ്മുടെ മറ്റേ ഷോപ്പിൻ്റെ നിയർ ആയിട്ടുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. 2 ലാരയ്ക്ക്. നല്ല എസ്തറ്റിക് ആയില്ലേ? പിന്നെ ഞാൻ പെൻ, സിസർ, പെൻസിലൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് വാങ്ങി. ആക്ച്വലി ഇതൊരു പെൻ സ്റ്റാൻഡൊന്നും അല്ല, എന്നാലും നമുക്ക് അങ്ങനെ എടുക്കാം. ഇത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യൂ, നോക്കട്ടെ. അടുത്ത കുറച്ച് സാധനങ്ങൾ നമുക്ക് അൺബോക്സിങ് ചെയ്യാം. വെറും ഷോയ്ക്ക് മാത്രമേ ഇതൊക്കെ വെക്കൂ. പിന്നെ ഒരു രസമല്ലേ, ഒരു എസ്തറ്റിക് ഫീലൊക്കെ വന്നോട്ടെന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങി വെച്ചതാണ്. പ്രത്യേകിച്ച് നമ്മൾക്ക് യൂസും ഉണ്ട്, പക്ഷേ നമ്മൾ യൂസ് ചെയ്യില്ല. ആക്ച്വലി ഇത് പലതും പല കടകളിൽ നിന്ന് വാങ്ങിയതാണ്. എല്ലാം വാങ്ങിയത് നമ്മുടെ പഴയ മറ്റേ കടയിൽ നിന്ന്, നേരത്തെ കാണിച്ച കടയിൽ നിന്ന്. പിന്നെ ഈ ടേബിൾ ലാമ്പ് വാങ്ങിയത് സ്റ്റേഷൻ സ്ക്വയർ, നമ്മുടെ സ്ട്രീറ്റ് മൊബൈൽ ഷോപ്സും അതിൻ്റെ അറ്റത്തായിട്ടുള്ള കുറേ ഷോപ്സ് ഉണ്ട്. അതൊരു ലൈറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. മേ ബി അവർക്ക് അവിടെയുള്ള ആൾക്കാർക്ക് അറിയാറില്ല, നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കുറേ മൊബൈൽ ഷോപ്സ് ഉണ്ട്, അതിൻ്റെ അവസാനം നോക്കിയാൽ കാണാം. പിന്നെ നമ്മൾ ഈ ലൈറ്റ്സൊക്കെ വാങ്ങിയത് അതിൻ്റെ താഴെയായിട്ട് കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് അവരോട് 10 ലാരി ആയിരുന്നു, അത് ഞാനിങ്ങനെ ബാർഗെയിൻ ചെയ്ത് 5 ലാരിക്ക് വാങ്ങി. അവിടെ തന്നെ കുറേ ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്ത് നമ്മളെപ്പോഴും വാങ്ങാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മളുടെ റൂം നമ്മൾ മേക്ക് ഓവർ ചെയ്ത് ഇതുപോലൊക്കെ ആക്കി എടുത്ത്. പക്ഷേ ഇതിന് മുമ്പുള്ള പിക്ചറൊന്നും എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ബിഫോറും ആഫ്റ്ററും ഒന്നും കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ റൂമൊക്കെ, എന്തിനാണല്ലേ ഒരു കുറച്ച് വർഷത്തേക്ക് നമ്മൾ ഇവിടെ നിന്നാൽ പോലും നിങ്ങളുടെ റൂമൊക്കെ ഇങ്ങനെ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ട വീഡിയോസൊക്കെ കമൻറ്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം. അതുവരെ ബൈ.